ഭൂപടങ്ങളിൽ നൂറ്റാണ്ടുകളായി ഉറച്ചുപോയ ചരിത്രപരമായ പേരുകൾ പോലും തിരുത്തിക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ തെക്കുഭാഗത്തുള്ള വിശാലമായ മെക്സിക്കോ ഉൾക്കടലിനെ ഔദ്യോഗികമായി അമേരിക്ക ഉൾക്കടലെന്ന് പുനർനാമകരണം ചെയ്തതിന് പിന്നാലെ തന്റെ സ്വന്തം പേര് പോലും ഈ ജലാശയത്തിന് നൽകാൻ ആലോചിച്ചിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത്. ഇത് ആഗോളതലത്തിൽ കൗതുകവും ചർച്ചകളും ഉയർത്തിയിരിക്കുകയാണ്. മെക്സിക്കൻ ഉൾക്കടലിനെ ട്രംപ് ഉൾക്കടൽ എന്ന് വിളിക്കുന്നതിനെക്കുറിച്ച് താൻ ഗൗരവമായി ചിന്തിച്ചിരുന്നുവെന്നും എന്നാൽ പിന്നീട് പ്രായോഗിക കാരണങ്ങളാൽ ആ തീരുമാനം വേണ്ടെന്ന് വെക്കുകയായിരുന്നുവെന്നും ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് തന്നെ വെളിപ്പെടുത്തി. തന്റെ രണ്ടാം ഭരണകാലത്തിന്റെ തുടക്കത്തിൽ, അതായത് 2025 ജനുവരി 20 അധികാരമേറ്റ ഉടൻ തന്നെ എക്സിക്യൂട്ടീവ് ഓർഡർ 14172 വഴി ട്രംപ് ഈ പേരുമാറ്റം നടപ്പാക്കിയിരുന്നു. അമേരിക്കൻ മഹത്വത്തെയും ദേശീയതയും ഉയർത്തിക്കാട്ടുന്ന പേരുകൾ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി 9 ഗൾഫ് ഓഫ് അമേരിക്ക ദിനമായി ആചരിക്കാനും ട്രംപ് ഉത്തരവിട്ടിരുന്നു. നിലവിൽ അമേരിക്കയിലെ ഗൂഗിൾ മാപ്സ് അടക്കമുള്ള ഡിജിറ്റൽ സംവിധാനങ്ങളിൽ ഈ ജലാശയം പുതിയ പേരിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. എന്നിരുന്നാലും ഈ നീക്കം വലിയ നയതന്ത്ര പോരുകൾക്കും വിമർശനങ്ങൾക്കുമാണ് വഴി തുറന്നിരിക്കുന്നത്. മെക്സിക്കോ ഉൾക്കടൽ എന്ന പേര് നൂറ്റാണ്ടുകളായി അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടതാണെന്നും ചരിത്ര ഭൂപടങ്ങളെ തിരുത്താനുള്ള ട്രംപിന്റെ ശ്രമം അംഗീകരിക്കാനാകില്ലെന്നും മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബെം വ്യക്തമാക്കി. ട്രംപിന്റെ ഈ അമേരിക്ക ഫസ്റ്റ് നയം അയൽരാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുമെന്ന നയതന്ത്ര വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും അമേരിക്കൻ ആധിപത്യം ഉറപ്പിക്കാനുള്ള ഇത്തരം വിപ്ലവകരമായ മാറ്റങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം. ഇറാനുമായുള്ള ആണവ തർക്കങ്ങളും പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളും നിലനിൽക്കുന്നതിനിടയിലും ആഭ്യന്തരമായി ദേശീയവികാരം ഉണർത്താൻ ഇത്തരം പ്രഖ്യാപനങ്ങൾ ട്രംപിന് സഹായകരമാകുന്നുണ്ട്.